ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. അപ്പോൾ നിഫ്റ്റി കഴിഞ്ഞ 4 ദിവസമായിട്ടും ഒരു രക്ഷയില്ലാത്ത രീതിയിൽ മാർക്കറ്റ് ഫോളിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പല ആളുകളും പൊസിഷൻസൊക്കെ എടുത്ത് ഒരുപാട് പേര് ലോസിലായിരിക്കാം, അല്ലെങ്കിൽ കുറേ പേര് സ്റ്റോപ്പ് ലോസ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതായിരിക്കാം. അപ്പോൾ മാർക്കറ്റ് എന്താ ചെയ്തതെന്ന് ഒരു ബൈയിങ് പ്രഷർ കാണിക്കുകയായിരുന്നു. എവിടെ നിന്നാണ് ഒരു സപ്പോർട്ട് റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഒരു ബൈയിങ് പ്രഷർ കാണിച്ചു, ശേഷം ഒരു പുൾ ബാക്ക് തന്നു. മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ ഒരു സെല്ലിംഗ് പ്രഷറിൽ നിൽക്കുകയാണ്. അത് സ്ട്രോങ് സെല്ലിംഗ് പ്രഷറാണ്. ആൻഡ് വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയുകയാണ്, ഇത് ജസ്റ്റ് ഒരു സ്റ്റഡി പർപ്പസ് വീഡിയോ ആണ്. ഇത് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള സ്റ്റോക്സ് വാങ്ങുന്നതിനെ കുറിച്ചോ ഒന്നുമുള്ള വീഡിയോ അല്ല. മാർക്കറ്റിലെ നമ്മുടെ വ്യൂ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനു മുന്നേ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നല്ല നല്ല അപ്ഡേറ്റ്സും സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ നല്ല പോസിബിലിറ്റീസൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് അത് ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലാത്ത പക്ഷം നല്ല രീതിയിലുള്ള സ്റ്റോക്സും നമ്മുടെ അനാലിസിസ് ഒക്കെ മിസ്സാവാൻ സാധ്യതയുണ്ട്. സോ മാക്സിമം പേര് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ ഒരു അവസ്ഥ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് സംസാരിക്കാം. നിഫ്റ്റി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 24,500 അല്ലെങ്കിൽ 24,200 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫോള് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അത് മാക്സിമം ഏത് റേഞ്ച് വരെ പോകാനാണ് സാധ്യത എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് സാധ്യത 23,800 എന്നുള്ള റേഞ്ചിലേക്ക്, പിന്നെ ഒരു സ്റ്റീപ്പ് ഫോള് നമുക്ക് പ്രതീക്ഷിക്കാം. ബട്ട് മാർക്കറ്റാണ്, നമുക്ക് പറയാൻ കഴിയില്ല എപ്പോഴാണ് എന്താണ് ചെയ്യുന്നതെന്ന്. സോ യഥാർത്ഥ മൂവ്മെൻറ്റ്സ് ഇപ്പം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൺസോളിഡേഷൻ സ്റ്റേറ്റ് ആണ് അല്ലേ. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇത്രയും റേഞ്ചിനുള്ളിലാണ് മാർക്കറ്റ് കഴിഞ്ഞ കുറേ മെയ് മാസത്തിന് ശേഷം മാർക്കറ്റ് ഈ ഒരു റേഞ്ച് 24,300 to 25,600 ഈ റേഞ്ചിനുള്ളിലാണ് മാർക്കറ്റ് കുറേ കാലമായിട്ട് നിൽക്കുന്നത്. യഥാർത്ഥ മൂവ്മെൻറ്റ്, അതായത് അഗ്രസീവായിട്ടുള്ള യഥാർത്ഥ മൂവ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒന്നെങ്കിൽ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴെ പോകുമ്പോഴായിരിക്കും നിഫ്റ്റിയിൽ ഒരു ബെയർ കണ്ടീഷൻ. ഈ റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഈ ഭാഗം റീടെസ്റ്റ് ചെയ്ത് താഴെ പോയാൽ നിഫ്റ്റിയിലൊരു നല്ല രീതിയിലുള്ള ബെയർ മാർക്കറ്റിലേക്ക് നിഫ്റ്റി പോകാൻ സാധ്യതയുണ്ട്. മറിച്ച് നിഫ്റ്റി ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് തരികയാണെങ്കിൽ ഒരു ബുള്ളിഷ് മാർക്കറ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു മാർക്കറ്റാണ്. ഈ രണ്ട് റേഞ്ചിനുള്ളിൽ നിൽക്കുന്ന കാലത്തോളം മാർക്കറ്റിലൊരു കൺസോൾട്ടേഷൻ സ്റ്റേറ്റ് എന്ന് തന്നെ പറയാൻ കഴിയും. എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ മാർക്കറ്റിൻ്റെ ഒരു പ്യൂർ ആയിട്ടുള്ള ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇൻ ദ മീൻ ടൈം നമുക്ക് ട്രേഡബിൾ ആയിട്ടുള്ള സെറ്റപ്സ് ഒന്നും ഇല്ലെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? അല്ല, നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയ സെറ്റപ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്നാലും. ബട്ട് മാർക്കറ്റ് ട്രേഡ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എടുത്ത ശേഷം മാർക്കറ്റ് ഇൻകൺസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ അത് ബ്രേക്ക് ചെയ്ത് താഴെ പോവുകയാണ്. നല്ല നല്ല സെറ്റപ്സ് സ്പോയിലായി പോവുകയാണ്. അതാണ് സത്യാവസ്ഥ. അല്ലാതെ ട്രേഡ് ചെയ്യാൻ പറ്റാത്ത സെറ്റപ്സ് ഒന്നും മാർക്കറ്റിൽ ഇല്ലാത്ത അവസ്ഥയൊന്നുമില്ല. അത്യാവശ്യം നല്ല ട്രേഡ് ചെയ്യാനുള്ള സെറ്റപ്സ് ഒക്കെ വരുന്നുണ്ട്. ബട്ട് മാർക്കറ്റ് അത് ഫെയിലായി പോകുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇപ്പം ട്രേഡ് ചെയ്യാൻ ഇപ്പോൾ ഒരു ട്രേഡ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രേഡ് വർക്കൗട്ട് ആവുന്നില്ല. അതാണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. ഇപ്പം നമുക്ക് കുറച്ച് സ്റ്റോക്സ് സ്ട്രോങ് ആയിട്ട് ട്രേഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഷെൽട്ടറാണ്. ഞാൻ ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ്. ഞാൻ മോസ്റ്റ്ലി ഒരു 920 റേഞ്ചിലൊക്കെയാണ് ഞാൻ എൻട്രി എടുത്തത്. ഇന്നലെ സ്റ്റോക്കിൽ നല്ലൊരു ബൈയിങ് പ്രഷർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ ഷെൽട്ടർ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കമ്പനി ഒരു കൺസോളിഡേഷൻ സ്റ്റേറ്റാണ്. നിങ്ങൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അറിയാം. നിങ്ങൾ നോക്കി ഒരു 550 into 795 റേഞ്ച് ബ്രേക്ക് ചെയ്ത ശേഷം തിരിച്ച് 700 റേഞ്ചിന് താഴെ ഈ സ്റ്റോക്ക് ഇതാ ഒരു വലിയ ക്യാൻഡിൽ കണ്ടോ. ഈ ഒരു വലിയ ക്യാൻഡിലിൽ ബ്രേക്ക് ചെയ്ത് താഴെ വന്നിട്ടുണ്ടായിരുന്നതാ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, ഇതൊരു വലിയ ക്യാൻഡിലിൽ ബ്രേക്ക് ചെയ്ത് താഴെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷവും മാർക്കറ്റ് അപ്സൈഡ് പോയി. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് 800 to 890 to 970 റേഞ്ചിൽ ഒരു കൺസോൾട്ടേഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നലത്തെ ക്യാൻഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, ലാസ്റ്റ് ക്യാൻഡിൽ ഒരു ബൈയിങ് പ്രഷർ നമുക്ക് വിസിബിൾ ആണ്. ബട്ട് വോളിയം ഈസ് നോട്ട് മച്ച് അല്ലേ. അപ്പം ഇന്ത്യ ഷെൽട്ടർ ഫിനാൻസ് കോർപ്പറേഷൻ ഈ വരുന്ന ദിവസങ്ങളിൽ ഫോക്കസ് തന്നെ കാണും. നമുക്ക് നോക്കാം ഈ 1000 റേഞ്ച് ഇത് ബ്രേക്ക് ചെയ്യുമെന്ന്. നമ്മൾ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ് ഇന്ത്യ ഷെൽട്ടർ ഫിനാൻസ് കോർപ്പറേഷൻ. ഞാൻ ഇന്നലെ നമ്മുടെ സ്വിംഗ് ട്രേഡ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ബജാജ് കൺസ്യൂമറാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡാണ് തന്നത്. ഓക്കെ, ഒരു പ്രൈസ് റേഞ്ച് ഞാൻ വെച്ച് കാണിച്ചു തരാം. 288 റേഞ്ചിൽ നിന്നും മാക്സിമം 140 റേഞ്ച് വരെ നല്ലൊരു ഡൗൺ ട്രെൻഡ് തന്നു. ശേഷം മാർക്കറ്റ് ഒരു ബേസ് ഉണ്ടാക്കി ആൻഡ് 185 റേഞ്ചിൽ നിന്ന് നല്ലൊരു ബുള്ളിഷ് മൊമെൻ്റ് ഇവിടെ തന്നു. അത്രയും വലിയൊരു മൊമെൻറ്റം തന്ന ശേഷം മാർക്കറ്റ് എന്താ ചെയ്തത്? മാർക്കറ്റ് ഒരു ചെറിയ കൺസോൾട്ടേഷൻ സ്റ്റേറ്റ് നടന്നു. ആൻഡ് ഇന്നലെ ഈ മാർക്കറ്റ് ഈ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം ബജാജ് കൺസ്യൂമറിൽ നടത്തിയിട്ടുണ്ട്. ഒരു 234 ക്ലോസ് ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ ബജാജ് കൺസ്യൂമർ എങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ പോകുന്നതെന്ന്.
അപ്പം നമുക്കറിയാമല്ലോ ഒരു നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റത്തിന് ശേഷം ഒരു ഡൗൺ സൈഡ് ഒരു കൂൾ ഓഫ് ആണ്, ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലി അവരെ ഓർഡർ പ്ലേസ് ചെയ്യുന്ന വലിയ വലിയ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു അക്യുമുലേഷൻ നടക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇന്നലെ 234 റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ആൻഡ് സാമാന്യം നല്ല ക്ലോസിങ്ങുമാണ്. നമുക്ക് നോക്കാം 250 റേഞ്ചിലോട്ടൊക്കെ ഈ സ്റ്റോക്ക് പോകുമെന്ന്. അടുത്ത സ്റ്റോക്ക് സുവാരി ആഗ്രോ ആണ്. നമ്മൾ നോക്കിയാൽ അറിയാം, ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഒരു ലോങ് കൺസോൾട്ടേഷൻ ആയിരുന്നു അല്ലേ. കഴിഞ്ഞ കുറേ മാസം 2019 തൊട്ട് 2025 വരെയുള്ള വലിയൊരു കൺസോൾട്ടേഷൻ റേഞ്ചാണ് ഈ സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് ആഴ്ചയായിട്ട് ബ്രേക്ക് ചെയ്തത്. ഇത് നമ്മൾ ട്രേഡ് എടുത്ത സ്റ്റോക്കാണ്. ഇത് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ട്രേഡ് എടുക്കാൻ നേരത്ത്. അപ്പം ഈ സ്റ്റോക്ക് എത്ര % മൂവ് ചെയ്തതെന്ന് നമുക്ക് നോക്കിക്കളയാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ, കാരണം ഈ ഒരു ബേസിൽ നിന്ന് തന്നെ ഈ സ്റ്റോക്ക് മോസ്റ്റ്ലി ഒരു 95% ഈ സ്റ്റോക്ക് മൂവ് ചെയ്തു. 200 രൂപയിൽ കിടന്ന ഈ സ്റ്റോക്ക് ഒറ്റ അടിക്ക്, അതായത് ഒരു 1 വീക്ക് 1.5 വീക്ക് വ്യത്യാസത്തിൽ 380 റേഞ്ചിലേക്ക് പോവുകയും ശേഷം ഒരു കൺസോൾട്ടേഷൻ സ്റ്റേറ്റിലേക്ക് വരികയും ചെയ്യുകയാണ്. ആൻഡ് ഈ കുറച്ച് സെറ്റപ്പ് സ്പോയിൽ ആവാൻ നിൽക്കുന്ന കുറച്ച് സ്റ്റോക്സിലൊന്നാണ് സുവാരി ആഗ്രോ. ആൻഡ് മാർക്കറ്റ് സ്റ്റിൽ ഇൻ കൺസോൾട്ടേഷൻ മോഡാണ്. നമുക്ക് നോക്കാൻ വരുന്ന ദിവസങ്ങളിൽ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ആക്ഷൻ. ഇത്രയും നല്ലൊരു മൂവ്മെൻറ്റ് തന്നതിന് ശേഷം മാർക്കറ്റ് കൺസോൾട്ടേഷനും ബേസും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുവാരി ആഗ്രോ എല്ലാവരും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് നൈക്കയാണ്. നൈക്ക നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, 229 230 റേഞ്ചിൽ നിന്നും 160 വരേക്കും വന്ന് അവിടെ നിന്ന് സപ്പോർട്ട് റേഞ്ച് ഉണ്ടാക്കി. ആ സപ്പോർട്ടിൽ ഒരു ബേസ് ഉണ്ടാക്കിയാണ് ഈ സ്റ്റോക്ക് അപ്സൈഡ് പോകുന്നത്. ഓരോ സപ്പോർട്ട് റേഞ്ച് വരുന്നു ആൻഡ് ഒരു ചെറിയ റീട്രേസ്മെൻറ്റ്, ആൻഡ് അങ്ങനെ റീട്രേസ് ചെയ്താണ് ഈ സ്റ്റോക്ക് പോകുന്നത്. ആൻഡ് നൗ ഒരു 229 കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള ഒരു റേഞ്ചാണ് 229 to 230 എന്നുള്ളത്. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത ശേഷം സ്റ്റോക്ക് അടുത്ത ലെവലിലേക്ക് പതുക്കെ മൂവ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അപ്പം ഞാൻ നൈക്ക എന്നുള്ള സ്റ്റോക്ക് ഞാൻ ഫോക്കസിൽ കുറച്ച് ദിവസമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളും നൈക്ക എന്നുള്ള സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് POCL ആണ്. POCL ഞാൻ കുറേ ദിവസമായിട്ട് വാച്ച് ചെയ്യുകയാണ്. 1195 എന്നുള്ള റേഞ്ചിൽ നിന്നും 500 റേഞ്ച് വരെ ആലോചിക്കുക. ഇത്രയും ഒരു ബ്രേക്ക് ഡൗൺ ഈ POCL എന്ന് പറഞ്ഞ സ്റ്റോക്കിലുണ്ടായി. ആൻഡ് ഓരോ സ്റ്റോക്കും ബേസ് ഉണ്ടാക്കിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റോക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആണെന്ന് പറയാൻ കാര്യം. ഓരോ ഹെൽത്തി ആയിട്ടും ഓരോ സ്റ്റോക്ക് ഓരോ റേഞ്ച് ബ്രേക്ക് ചെയ്താണ് പോകുന്നത്. ആൻഡ് POCL നിലവിൽ നോക്കുന്നത് ഈ 1195 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യാനാണ്, ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് മാർക്കറ്റ് കണ്ടീഷൻ മോശമായതുകൊണ്ട് തന്നെ ഒരു സ്ട്രെങ്ത് POCL എന്ന സ്റ്റോക്ക് ഇതുവരെ വന്നിട്ടില്ല. ബട്ട് ഒരു ഓൾ ടൈം ഹൈക്ക് താഴെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന സ്റ്റോക്കാണ്. നിങ്ങളും കുറച്ച് കാലത്തേക്കൊന്ന് ഫോക്കസിൽ POCL വെച്ചേക്കുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് വാറി എനർജീസ് ആണ്. വാറി എനർജീസ് അറിയാൻ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 3417 നിന്നും 2000 റേഞ്ചിലേക്ക് വരികയായിരുന്നു ഉണ്ടായത്. ആൻഡ് അവിടെ നിന്ന് ഒരു ബേസ് ഓൺ ബേസ് EMA ഷേക്ക് ഔട്ടൊക്കെ തന്ന് ഒരു ബ്രേക്ക് ഔട്ടാണ് ഈ സ്റ്റോക്ക് തന്നത്. ഈ വാറി എനർജീസ് നല്ല വോളറ്റൈൽ സ്റ്റോക്കാണ്. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റും വളരെ ക്വിക്കാണ്. അപ്രതീക്ഷിതമായ മൂവ്മെൻറ്റുകൾ തരുന്ന സ്റ്റോക്കാണ് വാറി എനർജീസ്. ഇപ്പം നോക്കുന്നത് ഒരു 304.70 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമമാണ് വാറി എനർജീസ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് US-ൻ്റെ ടാക്സേഷൻ്റെ ഒക്കെ ബന്ധപ്പെട്ട് തിരുവായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെറിയ ഒരു ഒരു ആശങ്ക നിലനിൽക്കുന്ന ഈ സ്റ്റോക്കിൽ ചെറിയൊരു ഒരു ഡൗൺ സൈഡൊക്കെ പ്രതീക്ഷയാണ് ഞാൻ നിന്നത്. ബട്ട് മാർക്കറ്റ് കണ്ടീഷൻ ഓക്കെയാണ്. ഇപ്പോൾ ഈ സ്റ്റോക്ക് ഇപ്പോഴും ഒരു സ്ട്രെങ്ത്തോടെ തന്നെ മുൻപോട്ട് പോകുകയാണ്. കാര്യം ഫണ്ടമെൻ്റലി അത്യാവശ്യം നല്ല സ്റ്റോക്ക് ആയതുകൊണ്ടാവാം ഈ സ്റ്റോക്കും ഈ ഒരു മാർക്കറ്റ് ക്രാഷിനിടയിൽ നല്ല സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. സോ വാറി എനർജീസ് എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇത്രയും സ്റ്റോക്സാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം സ്ട്രെങ്ത് കാണിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് നോട്ട് എ റെക്കമെൻഡേഷൻ. നമ്മൾ സ്ട്രെങ്ത് കണ്ട സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് ടെക്നിക്കലി പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.